തൃശൂരിന് പിന്നാലെ തിരുവനന്തപുരത്തും പാമ്പുകടിയേറ്റ് ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു. ചിറയൻകീഴ് സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ 2 വയസ്സുള്ള ദിക്ഷലാണ് മരിച്ചത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കവെയാണ് കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദിക്ഷലിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ പൂർത്തിയായി. ഈ സംഭവത്തിൽ താലൂക്ക് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നു. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദിക്ഷലിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകളും ആശുപത്രിയിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിറയൻകീഴിലുള്ള ആഴിയൂർ മൂലയിലെ വീട്ടിൽ സുഖനിദ്രയിലായിരുന്നു ദിക്ഷൻ. പുലർച്ചെ 4 മണിയോടെയാണ് സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയ കുട്ടി കാലിൽ എന്തോ കടിച്ചതുപോലെ തോന്നി ഞെട്ടി ഉണർന്നത്. സമീപത്തുറങ്ങുകയായിരുന്ന അച്ഛൻ ദിലീപിനോടും അമ്മ അനുവിനോടും കാര്യം പറഞ്ഞു. കാലിൽ രക്തം പൊടിയുകയും ശരീരം നീലനിറമാകുകയും ചെയ്തതോടെ തൃശൂരിലെ പാമ്പുകടി വാർത്ത കൂടി മനസ്സിലുണ്ടായിരുന്ന മാതാപിതാക്കൾ ഒരു നിമിഷം വൈകാതെ മകനെയും കോരിയെടുത്ത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കുതിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ ദിക്ഷനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ കുട്ടിക്ക് ജീവൻ നഷ്ടമായി. കുട്ടിയുടെ മരണവിവരം അറിഞ്ഞ അയൽവാസികളും ബന്ധുക്കളും ചേർന്ന് വീട്ടിൽ പരിശോധന നടത്തി. തെരച്ചിലിനിടെ കുട്ടി ഉറങ്ങിക്കിടന്ന മുറിയുടെ സമീപത്തു നിന്നും മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. വിഷം തീണ്ടിയതാണെന്ന് മനസ്സിലായതോടെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർക്കെതിരെ കുടുംബം രംഗത്തെത്തി. ദിക്ഷന് വിഷം തീണ്ടിയതിനുള്ള ചികിത്സ നൽകിയില്ലെന്ന് പിതാവ് ആരോപിച്ചു. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഛർദ്ദിച്ചപ്പോൾ കഫം വന്ന് തൊണ്ടയിൽ, അപ്പോൾ തന്നെ തൊണ്ടയിൽ നിന്നിട്ട് പിന്നെ ഛർദ്ദിൽ വന്നില്ല. അപ്പോൾ അവൻ തൊണ്ടയെ കാണിച്ചുകൊണ്ട് വന്നു, ശബ്ദവും പിന്നെ വെളിയിൽ വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് കഫം വന്ന് തൊണ്ടയിലേക്കാണെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ ആയപ്പോൾ അവർ ഇവിടെ നിന്ന് മെഡിക്കലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതോടെ പാമ്പുകടിയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. ചേതനയേറ്റ ദിക്ഷന്റെ മൃതദേഹം വീട്ടിലേക്ക്. മകനെ ജീവനോടെ കാണാൻ കാത്തിരുന്ന അമ്മയ്ക്കും ബന്ധുക്കൾക്കും സങ്കടമടക്കാനായില്ല. ദുഃഖം ഒരു കടലായി ആർത്തലച്ചു. ശാരദവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിക്ഷൻ. സഹോദരിക്കൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുള്ള ആ ഉറക്കം നിത്യതയിലേക്കായിരുന്നു. കുഞ്ഞു ദിക്ഷന് വീട്ടുവിളപ്പിൽ തന്നെയാണ് അന്ത്യവിശ്രമം. ഓടിക്കളിച്ചിരുന്ന പറമ്പിൽ ആ കുഞ്ഞു ശരീരം വിശ്രമിക്കും. ദിക്ഷന്റെ മരണത്തിൽ ആശുപത്രി ജീവനക്കാർക്ക് പിഴവ് സംഭവിച്ചെന്നും ഇവർക്കെതിരെ നടപടിയുണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ദിക്ഷന്റെ മരണത്തിൽ നീതി ഉറപ്പാക്കണമെന്നാണ് കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ആവശ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.